ഹായ് നമസ്കാരം, ഫാസിലാണ്. നമ്മളെ വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന വിഷയമാണ് ഈ വാട്ടരോഗം. അപ്പോൾ എനിക്ക് ഒരുപാട് വീട്ടമ്മമാർ മെസ്സേജ് അയക്കുന്നതാണ്, അവരുടെ വീട്ടിലെ തക്കാളി, പച്ചമുളക് ഇതൊക്കെ ഈ വാട്ടരോഗം വരുന്നുണ്ട്, എന്താണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ വാട്ടരോഗം പ്രധാനമായിട്ട് വരുന്നത് എങ്ങനെയാണ്? നമ്മളെ നിമാവരൻ്റെ ആക്രമണം അല്ലെങ്കിൽ അതുപോലത്തെ ബാക്ടീരിയൽ ആക്രമണം മൂലമാണ് ഈ വാട്ടരോഗം വരുന്നത്. അപ്പോൾ ഇതിനെന്ത് ചെയ്തിട്ട് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും? കാരണം ഇത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ വരുന്നതിന് മുന്നേ മുൻകരുതലായിട്ട് നമ്മൾ തടയാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടല്ലോ, വേപ്പിൻ പിണ്ണാക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു 1.5 മാസമൊക്കെ കൂടുമ്പോൾ മണ്ണിൽ ലേശം പൊടിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇതുപോലത്തെ ബാക്ടീരിയൽ അസുഖമൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമുക്ക് വാമുണ്ടല്ലോ, വാമും ഇതേപോലെ മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ സ്യൂഡോമോണസ്, ഞാൻ പല വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, സ്യൂഡോമോണസ് നമ്മളൊരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മാസത്തിലൊരിക്കൽ നമ്മൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ മണ്ണിൽ ഈർപ്പം വേണം, അതേപോലെ നമ്മളെ മണ്ണ് ന്യൂട്രലും ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക.